ഒരിക്കൽ ഗൗതമ ബുദ്ധ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ അവരൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഗ്രാമത്തിൽ പ്രവേശിച്ചതും നാട്ടുകാരെല്ലാം ബുദ്ധനെയും ശിഷ്യന്മാരെയും വളഞ്ഞ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മോശമായ വാക്കുകൾ പറയാൻ തുടങ്ങി, അപമാനിക്കാൻ തുടങ്ങി. ബുദ്ധൻ കുറച്ചു നേരം മിണ്ടാതെ നിന്ന് അതെല്ലാം കേട്ടുകൊണ്ടേ നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. പക്ഷേ ബുദ്ധൻ്റെ ശിഷ്യന്മാർക്ക് അത് സഹിക്കാനേ സാധിച്ചില്ല. ഓർക്കുക, ബുദ്ധൻ്റെ മിക്ക ശിഷ്യന്മാരും ക്ഷത്രിയന്മാരാണ്. ബുദ്ധനും ഒരു ക്ഷത്രിയനായിരുന്നു. ഇവർക്ക് ഒരു നിമിഷ നേരം കൊണ്ട് ഈ സാധാരണ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരുടെ ഗുരു ഒന്നും പറയാത്തത് കൊണ്ട് ശിഷ്യന്മാർക്കും ഒന്നും മിണ്ടാൻ വയ്യ. ഒരല്പനേരം ഗൗതമ ബുദ്ധ നാട്ടുകാർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടേ നിന്നു. എന്നിട്ട് ബുദ്ധൻ നാട്ടുകാരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ വലിയൊരു ആവശ്യത്തിനായി മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി ഒരുപാട് പേർ ആ നാട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. എനിക്കവിടെ ചെന്ന് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഈ ഗ്രാമം വഴി തന്നെ തിരിച്ചു വരാം. നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ കേട്ടുകൊള്ളാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം. ഇത്രയും നേരം ചീത്ത വിളി കേട്ടിട്ടും ഗൗതമ ബുദ്ധൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പെരുമാറ്റമുണ്ടായപ്പോൾ നാട്ടുകാരെല്ലാം കുറച്ച് നമ്പരുന്നു. ബുദ്ധൻ എന്നിട്ട് പറഞ്ഞു, പോകുന്നതിന് മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മറ്റൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചിരുന്നു. ആ നാട്ടിൽ ഞങ്ങളെത്തിയതും ആൾക്കാരെല്ലാം ഞങ്ങളെ സ്വീകരിച്ചത് പുഷ്പങ്ങളും പലഹാരങ്ങളും കൊണ്ടാണ്. ഞങ്ങൾ സന്യാസിമാരാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമേ ഞങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം നേരത്തെ കഴിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അവരുടെ പലഹാരങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചില്ല. മാത്രവുമല്ല, ഭിക്ഷുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആഹാരം കൂടെ കൊണ്ടുപോകാനും സാധിക്കില്ല. അതുകൊണ്ട് അവർ തന്ന പലഹാരങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചില്ല. പറയൂ, ഞങ്ങൾക്ക് തന്ന പലഹാരങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത പക്ഷം അത് വെച്ച് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഇതാണ് ഇത്ര വലിയ ചോദ്യം. നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം ആ പലഹാരങ്ങൾ നാട്ടുകാർ അവർക്കിടയിൽ തന്നെ വിതരണം ചെയ്ത് ആസ്വദിക്കണമായിരുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, വളരെ ശരിയാണ്. മുൻപത്തെ ഗ്രാമത്തിൽ നിന്നും പലഹാരങ്ങളും പുഷ്പങ്ങളും സ്വീകരിക്കാത്ത പോലെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ചീത്ത വാക്കുകളും സ്വീകരിക്കുന്നില്ല. അത് നിങ്ങൾക്കിടയിൽ തന്നെ വിതരണം ചെയ്ത് ആസ്വദിച്ചോളൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം ബുദ്ധ തൻ്റെ ശിഷ്യന്മാരെ നോക്കി സംസാരിച്ചു. നോക്കൂ, നമ്മളെ ഒരാൾ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അപമാനം നമ്മൾ സ്വീകരിക്കാത്തിടത്തോളം, അത് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. ഒരാൾ നമുക്കൊരു സമ്മാനം തരുമ്പോൾ നമ്മളത് സ്വീകരിച്ചില്ലെങ്കിൽ അത് തരുന്നയാൾക്ക് തന്നെ സൂക്ഷിക്കേണ്ടി വരില്ലേ? അതുപോലെ തന്നെയാണിത്. ഇവർ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കിവരോടൊരു ദേഷ്യവും തോന്നിയില്ല. എനിക്കിവരോടൊരു പരാതിയുമില്ല. കാരണം ഇവർ അറിവില്ലാത്തവരാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഉയരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ധ്യാനിക്കുന്നവരാണ്. ഏത് സാഹചര്യമായിരുന്നാലും നിങ്ങൾക്ക് ദേഷ്യം വരാൻ പാടില്ല. ഒരു പൂവിൽ നിന്നും അതിൻ്റെ സുഗന്ധം എല്ലായിടത്തേക്കും പടരുന്നത് പോലെ ധ്യാനത്തിൻ്റെ സുഗന്ധം നിങ്ങളുടെ ഉള്ളിൽ നിന്നും എപ്പോഴും പുറത്തു പോയിക്കൊണ്ടേയിരിക്കണം.